ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ യൂണിവേഴ്സിറ്റി LGS മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ എക്സാമിനോടൊപ്പം LGSനും LP UP അസിസ്റ്റൻ്റ് എക്സാമിനും LDCക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വാസത്തോടെ ആരംഭിക്കട്ടെ. നിങ്ങൾക്കെല്ലാവരും ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ, വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LGSൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നടന്ന എക്സാം 245/2023 ലക്ഷ്യയുടെ ഒരു വീഡിയോയിൽ, അതായത് LGS എക്സാം, യൂണിവേഴ്സിറ്റി LGS എക്സാം എഴുതുന്നവർ മസ്റ്റായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണമെന്ന് സർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം വെറും ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ആൻസർ എന്നതിലുപരി ക്വസ്റ്റ്യൻ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ രീതിയിൽ വീഡിയോ നിങ്ങൾക്കിനി ആവശ്യമാണോ? ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ? എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ? എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുമെന്ന വിശ്വാസത്തിൽ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു. ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ഓക്കെ, ഇതിൻ്റെ ഇതാണ് വേദാധികാര നിരൂപണം എന്ന ടെക്സ്റ്റ്. വേദാധികാര നിരൂപണം എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇതാണ്. ഓക്കെ, വേദം പഠിക്കുവാൻ ആരാണ് യോഗ്യർ എന്ന വിഷയം അതിവിശദമായി വിശകലനം ചെയ്യുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് ഏത്? വേദാധികാര നിരൂപണം. എന്താണ്? വേദം പഠിക്കുവാൻ ആരാണ് യോഗ്യർ എന്ന വിഷയമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ നിലവിൽ ഏത് സംവിധാനത്തിനു പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഏതാണ്? പ്ലാനിംഗ് കമ്മീഷന് പകരം. അപ്പം പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്, നീതി ആയോഗ് എന്താണ് എന്നതിനെപ്പറ്റി നോക്കാം. 1950 മാർച്ച് 15 എന്ത് രൂപീകൃതമാകുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? യോജനാ ഭവൻ, ന്യൂഡൽഹി. എവിടെയാണ്? യോജനാ ഭവൻ, ന്യൂഡൽഹി. എന്തായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം? പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്ന ഒരു ഉപദേശക സമിതി. എന്താണ്? പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്ന ഒരു ഉപദേശക സമിതിയാണ് പ്ലാനിംഗ് കമ്മീഷൻ. ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, എക്കണോമിക് ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ്, ഫിഫ്ത്ത് വീൽ ഓഫ് ദി കോച്ച് എന്നീ പേരുകളിലൊക്കെ എന്തറിയപ്പെടുന്നു? പ്ലാനിംഗ് കമ്മീഷൻ അറിയപ്പെടുന്നു. പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേൻ സിംഗ് അലുവാലിയ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നീതി ആയോഗ്. ഇതൊക്കെ ഏത് സബ്ജക്റ്റിൻ്റെയും കോർ ടോപ്പിക്കുകൾ, ഏത് എക്സാമിൻ്റെയും കോർ ടോപ്പിക്കുകളാണ്. നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും ഒക്കെ ഇപ്പം പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഇങ്ങനെ കുറേ കോർ ടോപ്പിക്കുകൾ ആദ്യം കവർ ചെയ്താൽ പെട്ടെന്ന് ഒരു സ്മാർട്ട് വേയിലുള്ള സ്റ്റഡിയാണ് കോർ ടോപ്പിക്കുകൾ കണ്ടെത്തി അത് ആദ്യം കവർ ചെയ്യുക എന്നുള്ളത്. അത് കണ്ടെത്താൻ ഉള്ള ഏക മാർഗം നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടുകളാണ്. അത് ചെയ്താൽ മാത്രമേ PSC റിപ്പീറ്റഡ് ആയിട്ട് ഏത് മേഖലയിൽ നിന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കറൻ്റ്ലി നടന്ന എക്സാമുകളിലേക്കായിരിക്കണം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ തുടങ്ങിയ എക്സാമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പുറകോട്ടുള്ള വർഷങ്ങളിൽ ചെയ്യണം, അല്ലാതെ പുറകിൽ നിന്ന് മുമ്പോട്ട് ചെയ്തു വരരുത്. ഓക്കെ, അപ്പം അടുത്തത് നീതി ആയോഗ്. നീതി ആയോഗ് എന്നറിയപ്പെടുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് ഇതിൻ്റെ മുഴുവൻ രൂപം. എന്നാണ് രൂപീകൃതമായത്? 2015 ന്യൂ ഇയർ ദിനത്തിൽ. 2015 ജനുവരി 1 കേന്ദ്ര പ്രമേയത്തിലൂടെ സ്ഥാപിതമായി. ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഏറ്റവും ചെറിയ സർക്കാരിൻ്റെ പരമാവധി ഭരണം എന്ന കാഴ്ചപ്പാട് വിഭാവനം ചെയ്യുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് നീതി ആയോഗ് രൂപീകരിച്ചു.
1950 രൂപീകൃതമായ എന്തിനെ മാറ്റി സ്ഥാപിച്ചു? ആസൂത്രണ കമ്മീഷനെ മാറ്റി സ്ഥാപിച്ചു. ഏത്? നീതി ആയോഗ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ബീഗം ഹസ്രത്ത് മകൾ. ബീഗം ഹസ്രത്ത് മകൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ അതിലെ നേതാക്കളും അവർ ഏത് സ്ഥലത്താണ് യുദ്ധത്തിന് നേതൃത്വം നൽകിയത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ. ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ജനറൽ ഭക്ത് ഖാനാണ്. കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബും താന്തിയോ തോപ്പിയുമാണ്. ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മകളാണ്. ഝാൻസി ഗ്വാളിയാറിൽ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിഭായ് ആണ്. ആരയിൽ നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ് ആണ്. ബറോളിയിൽ നേതൃത്വം കൊടുത്തത് ഖാൻ ബഹദൂർ ഖാനാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി എന്താണ് റൗലറ്റ് ആക്ട്, എന്താണ് ജാലിയൻ വാലാബാഗ് എന്നൊക്കെ നോക്കാം. ഓക്കെ, ബ്രിട്ടീഷ് അധികാരികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങളിൽ ഏറ്റവും അധികം ബഹുജന പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയ ഒന്നായിരുന്നു ഏത്? റൗലറ്റ് നിയമം. ഭീകരവാദിയായി സംശയിക്കപ്പെടുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലിടാൻ ഈ നിയമം സർക്കാരിന് അനുവാദം നൽകി. ബ്രിട്ടീഷ് ജഡ്ജിയായിരുന്ന സർ സിഡ്നി റൗലറ്റിൻ്റെ അധ്യക്ഷതയിലായിരുന്നു റൗലറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളായിരുന്നു ഈ നിയമത്തിന് അടിസ്ഥാനമായത്. 1919 മാർച്ചിൽ റൗലറ്റ് നിയമം പ്രാബല്യത്തിൽ വന്നു. 19 മാർച്ചിൽ. പഞ്ചാബിൽ പ്രതിഷേധ പ്രകടനങ്ങൾ താരതമ്യേന ശക്തമായിരുന്നു. ഏപ്രിൽ 10 കോൺഗ്രസിൻ്റെ 2 പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫലുദ്ദീൻ കിച്ചലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. അമൃത്സറിൽ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പ്രകടനം കുപ്രസിദ്ധമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കലാശിച്ചു. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷമായ സംഭവമാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ബ്രിഗേഡിയർ ജനറൽ ഡയറാണ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയത്. അപ്പം ജാലിയൻ വാലാബാഗ് എന്താണ്, വർഷം എന്നാണ്, ആരാണ് നേതൃത്വം നൽകിയത്, ആരാണ് നിയമം പാസ്സാക്കിയത്, എന്നായിരുന്നു, ഏത് നേതാക്കളെയായിരുന്നു അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതായിരുന്നു? പ്ലേഗ് ബോണസ്. എന്താണ് അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് നോക്കാം. ഗാന്ധിജി എൻട്രി ടു ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസ് 2 സത്യാഗ്രഹങ്ങളിലൂടെയാണ്. ഖേദ സത്യാഗ്രഹിയും അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും. ഗാന്ധിജി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ യൂണിറ്റ് സ്ഥാപിച്ചത് 1918. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത് 1918. ഗാന്ധിജി ഇന്ത്യയിൽ നിരാഹാരമനുഷ്ഠിച്ച ആദ്യ സമരവും 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അഹമ്മദാബാദിൽ സമരം പ്രധാന കാരണം പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത്. അഹമ്മദാബാദിലെ തുണി മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന പ്രക്ഷോഭമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഇനി ഗുജറാത്തിലെ ഖേദ ജില്ലയിലെ കർഷകർ നടത്തിയ സമരമാണ് ഏത്? ഖേദ സത്യാഗ്രഹം. അതും നടന്ന വർഷം 1918. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിക്കണം? 36 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ, 48. പഠിച്ചിട്ട് പോയാലും ചിലപ്പോൾ 24 എന്നൊക്കെ പരീക്ഷാ ഹാളിൽ ഇരുന്ന് തോന്നും. പ്രത്യേകം ശ്രദ്ധിക്കുക, 48 മണിക്കൂർ. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? വിദ്യാപോഷിണിയാണ്. ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾ എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളെയും എടുത്ത് അവർ നേതൃത്വം നൽകിയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ, അവരുടെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ, അവരുടെ പ്രധാന വചനങ്ങൾ ഇതൊക്കെ ഹൃദിസ്ഥമാക്കണം. ഓക്കെ, അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം. എറണാകുളം ജില്ലയിലെ വൈപ്പിനിലെ ചിറായിലാണ് ആര് ജനിച്ചത്? സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന കെ അയ്യപ്പൻ ജനിക്കുന്നത്. 1917 സഹോദര സംഘം
രൂപീകരിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. വിദ്യാഭൂഷണി സഭയുടെ സ്ഥാപകനായിരുന്നു. 1938 സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു. ആഴ്ചപ്പതിപ്പുകൾ യുക്തിവാദി, സഹോദരൻ, വെള്ളക്കാരൻ തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ. കാശി മഹാത്മ്യം, സഹോദരി കുറത്തി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനമാണ്. ജാതിയില്ല, മതമില്ല, മനുഷ്യരില്ല, ദൈവമില്ല എന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140. കേരള നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140. സ്വാതന്ത്ര്യ സമരകാലത്ത് മലയാള പത്രം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. സ്വദേശാഭിമാനി എന്ന് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഇതിലേക്ക് പോകും, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പം തന്നെ ഒരു നെഗറ്റീവ് മാർക്ക് നമുക്ക് സ്വന്തമാവുകയും ചെയ്യും. അപ്പം അതിലേക്ക് എങ്ങും പോകരുത്. നമ്മുടെ ചക്രപാണി സാറ് പറയുന്ന പോലെ CP ഗോവിന്ദപിള്ള എന്ന് പറയുന്ന ഉത്തരം എന്ത് ചെയ്യണം? തിളങ്ങണം. അതിന് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. ഓക്കെ, 1905 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം മൗലവി. വക്കം മൗലവി സ്വദേശാഭിമാന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? അഞ്ചുതെങ്ങിൽ നിന്ന്. ഏതു വർഷമാണ്? 1905 ജനുവരി 19. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നു CP ഗോവിന്ദപിള്ള. ഇതിനു മുമ്പ് അദ്ദേഹം കേരള പഞ്ചിക എന്ന് പറയുന്ന പത്രാധിപരായിരുന്നു. രാമകൃഷ്ണപിള്ള പത്രാധിപരായി വരുന്നത് ഒരു വർഷം കഴിഞ്ഞ് 1906. അങ്ങനെ 1906 മുതൽ 10 വരെ 1910 വരെ ആര് സ്വദേശാഭിമാനിയുടെ പത്രാധിപരായി? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1907. ആദ്യം എവിടെ നിന്നായിരുന്നു? അഞ്ചുതെങ്ങിൽ നിന്നായിരുന്നു. 7 ആയപ്പോഴാണ് അത് തിരുവനന്തപുരത്തു നിന്നും എന്താരംഭിക്കുന്നത്? പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിലെ രാജഭരണത്തിൻ്റെ അഴിമതികളുടെയും അനീതിയെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമായിരുന്നു സ്വദേശാഭിമാനി പത്രം. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടി എന്ന് 1910 ഏതായിരുന്നു രാജാവ്? ശ്രീമൂലം തിരുനാൾ. ആരായിരുന്നു ദിവാൻ? P. രാജഗോപാലാചാരി. ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്ത് പൊതുഖജനാവിൻ്റെ ദുർവ്യയം ചെയ്യുന്നതിനെ വിമർശിച്ച് രാമകൃഷ്ണപിള്ള പത്രത്തിൽ എഴുതിയ ലേഖനത്തിൻ്റെ പേരാണ് എന്ത്? 1,00,000 രൂപ. പിന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് എവിടേക്കാണ്? തിരുനെൽവേലിയിൽ. വർഷം 1910 സെപ്റ്റംബർ മാസം 26. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുഖക്കുറിപ്പ് എന്താണ്? ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ല ഒരു നാടിനെയും. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് അച്ചുകൂടവും എന്തിനാണ് എന്ന നിലപാടെടുത്തു. അല്ലെങ്കിൽ ആ വാചകം ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അങ്ങനെ 1910 അന്നത്തെ നമ്മുടെ ബഹുമാന്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയാണ് ആര്? EMS. എന്നായിരുന്നു പത്രം കണ്ടുകെട്ടിയത്? 1910. അപ്പം ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ, അതിൻ്റെ ഇതുപോലെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്ന രൂപത്തിൽ വേണമെങ്കിൽ അതും അറിയിക്കുക. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.